നമസ്കാരം. ഇന്നത്തെ ആഗോള നേതാക്കന്മാരിൽ ഏറ്റവും കഠിനാധ്വാനിയായ നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന് മൈക്രോസോഫ്റ്റിന്റെ സഹസ്ഥാപകനായ ബിൽ ഗേറ്റ്സ് തുറന്നു പറഞ്ഞിരുന്നു. ഇരുവരും തമ്മിൽ നടത്തിയ ചർച്ചകളെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ദേശീയ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും തിരക്ക് പിടിച്ച ഈ ഒരു ജീവിതത്തിനിടയിൽ എങ്ങനെയാണ് തങ്ങൾ വിശ്രമിക്കാൻ സമയം കണ്ടെത്തുന്നത് എന്ന ബിൽ ഗേറ്റ്സിന്റെ ചോദ്യത്തിനോട് മോദി പ്രതികരിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി പറഞ്ഞ ഈ ഉത്തരം ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയാക്കപ്പെടുന്നുമുണ്ട്. തിരക്കിനിടയിലും വിശ്രമത്തിനായി തന്റെ ശരീരം പാകപ്പെട്ടു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ മറുപടി. തന്റെ ഊർജം തന്റെ ശരീരത്തിൽ നിന്നും വരുന്നതല്ല, മറിച്ച് ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള ആത്മാർത്ഥതയും അർപ്പണബോധവും കൊണ്ടും ഉണ്ടാകുന്നതാണ്. ഇത് തന്നെയാണ് തന്നെ മുന്നോട്ട് നയിക്കുന്നത്, വളരെ ഊർജ്ജസ്വലനായി ഇരിക്കാൻ സഹായിക്കുന്നത്. വളരെ നേരത്തെ തന്നെ എഴുന്നേൽക്കുന്ന ഒരു ശീലമുണ്ട്. എത്ര നേരം വൈകി ഉറങ്ങിയാലും അതിരാവിലെ തന്നെ എഴുന്നേൽക്കുന്ന ഒരു ശീലമുണ്ട്. ശരീരം അതിനായി സ്വാഭാവികമായും ഈ വർഷങ്ങൾക്കിടയിൽ പാകപ്പെട്ടിട്ടുമുണ്ട്. തന്റെ ശരീരം സ്വാഭാവികമായി തന്നെ വിശ്രമത്തിലേക്കിടയ്ക്ക് പോകാറുണ്ട് എന്നുകൂടി മോദി പറഞ്ഞു വെക്കുന്നു. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റാണ് താൻ കുളിക്കാറുള്ളത്. അതായത് പുലർച്ചെ 3:20-നും 3:40-നും ഇടയിലുള്ള ആ സമയത്തായിരിക്കും തന്റെ ഒരു ദിനം ആരംഭിക്കുന്നത്. ഇതെല്ലാം തന്റെ ശരീരത്തെ സമയവുമായി പൊരുത്തപ്പെട്ടു പോകാൻ സഹായിക്കുന്നുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. പലപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചിലവഴിക്കുന്ന സമയം കണ്ട് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ പലരും മാതൃകയാക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും അതൊന്നും ഒരു മനുഷ്യന് സാധ്യമല്ല എന്ന് അവരൊക്കെ തുറന്നു പറയുകയും പിൻവാങ്ങുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് മോദി ഈ ഒരു രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. കൃത്യമായ ഒരു ദിനചര്യ താൻ പിന്തുടരുന്നുണ്ട്. ഇത് തന്നെയാണ് തന്റെ വിശ്രമം, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് തന്റെ ശരീരത്തിന് സ്വാഭാവികമായും ഒരു വിശ്രമാവസ്ഥയിലേക്ക് പോകാൻ സാധിക്കുന്നത് എന്നൊക്കെയാണ് മോദി പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ലോകമെമ്പാടുമുള്ള മോദി ആരാധകർ ഈ വാക്കുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.